ഹെഡേക്ക് പങ്കുണ്ണി നായർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയും. ഞാൻ ഡ്യൂട്ടി നോക്കാത്ത സ്റ്റേഷനുകൾ കേരളത്തിലില്ല. അത്രയ്ക്ക് എന്നെ എടുത്ത് പെരുമാറിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോ എന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ചെറിയ ഊഹം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. കാണും. എല്ലാ മാസവും സ്ഥലം മാറ്റം കിട്ടിയിരുന്നത് കൊണ്ട് ഒരു കിടപ്പാടം സംഘടിപ്പിക്കാൻ പറ്റിയില്ല. ഭാര്യ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. പ്രായപൂർത്തിയാകാത്ത ഒന്നും പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളാണ് ആകെയുള്ള സമ്പാദ്യം. പ്രായപൂർത്തിയായ രണ്ട് റിട്ടയർമെന്റിൽ നിന്നും കിട്ടിയ പണം കൊണ്ടാണ് ഞാൻ വസ്തു വാങ്ങിയത്. ഇനിയും വാടക വീട്ടിൽ താമസിക്കാൻ വരുമാനം അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഉടനെ അവിടെ താമസമാക്കിയേ പറ്റൂ. ഞാൻ നിങ്ങൾക്കൊരു തലവേദനയായി മാറാതിരിക്കണമെങ്കിൽ ഈ കത്ത് കിട്ടി 7 ദിവസത്തിനകം നിങ്ങൾ സ്ഥലം കാലിയാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. എന്ത് സംഭവിക്കാൻ? എന്തും സംഭവിക്കാം. എടാ, അയാൾ എക്സ് പോലീസുകാരനാണെങ്കിൽ ഞാൻ എക്സ് മിലിറ്ററി. മോനാ, ഓ. ഈ ഭീഷണി എന്റെ അടുത്ത് വേണ്ട. എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. എന്താ നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചത്? എന്ത് വൃത്തികേട്? ഞാൻ മുണ്ടെടുത്തിട്ടുണ്ടല്ലോ. വൃത്തികേട് പറയരുത്. നിങ്ങൾ ആട് വെച്ചാ വീട് വിറ്റത്? അത് കൊള്ളാം. എന്റെ വീട് വിൽക്കാൻ എനിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണോ? വേണം. ഞങ്ങൾ അവിടെ താമസിക്കുന്നിടത്തോളം വേണം. ഇങ്ങോട്ട് മാറണം. ഈ വീട് വിൽക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. താമസം മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഞങ്ങളെ അവിടെ ഒരു സ്ഥാപനം കൂടി നടത്തുന്നുണ്ട്. ആ നഗ്നസത്യം നിങ്ങൾ മറന്നു. 3 കുടുംബങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ ആ സ്ഥാപനം. കേരള ബിൽഡിംഗ് ആൻഡ് കൺട്രോൾ ആക്ട് പ്രകാരം തൊഴിൽ സ്ഥാപനങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയില്ലേ? ആക്ടിനെ കുറിച്ചൊന്നും ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ വിവരം വേണം. വാടകക്കാരെ വെറും നികൃഷ്ട ജീവികളെ കാണരുത്. അവരും ഈ രാജ്യത്തെ പൗരന്മാരാ. അവർക്കുണ്ട് പൗരാവകാശം. എന്തോ പൗരാവകാശം. നിങ്ങൾ അവിടെ എന്ത് സ്ഥാപനം നടത്തുന്ന പറഞ്ഞത്? A to Z സർവീസ്. നാട്ടുകാർക്ക് വേണ്ട എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ബോർഡ് കണ്ടിട്ടില്ലേ? എന്നാ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? പിന്നെ എന്താ ചേട്ടാ? നിങ്ങൾ ഒന്ന് അവിടെ നിന്ന് മാറി തരുമോ? 4 വർഷമായില്ലേ നിങ്ങളോട് താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇതിന്റെ ഒരു 40 ബോർഡുകൾ നിങ്ങളോട് തൂക്കിയില്ലേ? 43. ഇതിൽ ഒന്നെങ്കിലും ഗുണം പിടിച്ചോ? അതെ, ഒന്നും ഗുണം പിടിക്കാത്തോണ്ടല്ലേ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓരോന്ന് തൂക്കുന്നത്. ഒന്നിൽ തന്നെ കടിച്ചു തൂങ്ങുന്ന പ്രകൃതം ഞങ്ങൾക്കില്ല. ജനിക്കുമ്പോഴേ ആരെങ്കിലും നടന്നിട്ടുണ്ടോ? പലവട്ടം വീഴുമ്പോഴേ നടക്കാൻ പഠിക്കൂ. നിങ്ങൾ എത്ര വട്ടം വേണേലും നടക്കാൻ പോണില്ല. ഓരോ വീഴ്ചയിലും മുടന്ത് കൂടുന്നേ ഉള്ളൂ. ബിസിനസ് പച്ചപിടിക്കണമെങ്കിലേ ശകലം ബുദ്ധിയും സാമർഥ്യവും വേണം. ദൈവം സഹായിച്ച് അത് രണ്ടും നിങ്ങൾക്ക് 3 പേർക്കും ഇല്ല. ഉണ്ടോ ഇല്ലയോ നിങ്ങൾ കാണിച്ചു തരാം. റിട്ടയർഡ് കോൺസ്റ്റബിൾ അല്ല, റിട്ടയർ ചെയ്യാത്ത IG വന്നാൽ പോലും ഞങ്ങൾ അവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. വെറുതെ വാശി പിടിക്കരുത്. പങ്കുണ്ണി നായരെ നിങ്ങൾക്ക് അറിയാമയ്യാഞ്ഞിട്ടാ. പങ്കുണ്ണി നായരല്ല, അയാൾ അച്ഛൻ പളങ്കുണ്ണി നായർ എന്ന് പറഞ്ഞാലും ശരി. ഞങ്ങൾ അവിടുന്ന് മാറ്റാവുന്ന ഒരു ഉണ്ണിയും വിചാരിക്കണ്ട. തീർച്ചയാണോ? തീർച്ച. ഞാൻ പറഞ്ഞില്ല, തീർച്ച. വിട്ടു വിട്ടു വിട്ടു. യുവന്മാരെ കൊണ്ടുള്ള ടെൻഷൻ